ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എറണാകുളത്തപ്പൻ്റെ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് വിശിഷ്ട അതിഥിയായിട്ട് മമ്മൂട്ടിയോ. ഭയങ്കര ഞെട്ടൽ, എല്ലാവർക്കും ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നിശ്ചയിച്ചിരുന്നത് നമ്മുടെ ദിലീപിനെ ആയിരുന്നു. ദിലീപ് എറണാകുളത്തുകാരനായിരുന്നല്ലോ. അപ്പോൾ അവിടെ ദിലീപിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ, ദിലീപ് കുറ്റവിമുക്തനായതുകൊണ്ട് തന്നെ ദിലീപിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആരാധകരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിനെ കൊണ്ടുവരാൻ പാടില്ല. അമ്പല കമ്മിറ്റിയിലല്ല വലിയ വലിയ പ്രശ്നങ്ങളായി. ദിലീപിനെ വരാൻ ഒരു ചേരി പറഞ്ഞു, ദിലീപിനെ കൊണ്ടുവരാൻ പാടില്ല, ഒരു ചേരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ അവിടെ ആകെ പ്രശ്നങ്ങളാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ദിലീപിനെ ക്യാൻസൽ ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ദിലീപ് ഇവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ദിലീപ് ഒഴിയുകയാണ് ചെയ്ത്. അപ്പൊ എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ മഹാശിവക്ഷേത്രമാണ് ആലുവയിലുള്ളത്. അപ്പൊ ഇവിടുത്തെ ഇനി അന്നദാന ചടങ്ങ് മറ്റാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യും? അപ്പൊ അവിടെ തന്നെയാണ് നമ്മുടെ മമ്മൂട്ടി താമസിക്കുന്നത് അല്ലേ. അപ്പൊ മമ്മൂട്ടിയെ എറണാകുളത്ത് അപ്പൻ്റെ വിളക്ക് കൊളുത്താൻ വേണ്ടി അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിശിഷ്ട അതിഥിയായി വിളിച്ചു. മമ്മൂട്ടി ഒരു വിഷമവും കൂടാതെ ചെന്നു. അതിലാണ് ആ മഹത് വ്യക്തിയുടെ ഒരു മനുഷ്യനാണെന്ന് തെളിയിച്ച ഒരു സംഭവമാണ് അത് കേട്ടാ. ചെന്നു, ഭയങ്കര വൈറലായി ഇദ്ദേഹം പോയിട്ട് വിളക്ക് കൊളുത്തുന്നത് കേട്ടാ. ഇദ്ദേഹം ഒരു ഒരു അഹിന്ദു ആയിട്ടുള്ള ഒരാളാണ്, ഹിന്ദു അല്ലാത്ത ഒരാളാണ് അല്ലേ. എന്നിട്ടും ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ വന്ന് വിളക്ക് കൊളുത്തുന്നത് അദ്ദേഹം ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബ് ആയിരുന്നു സംസ്ഥാന യുവജനോത്സവത്തിന്റെ വിളക്ക് കൊളുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വിളക്ക് നീട്ടിയപ്പോൾ ഈ അബ്ദുൾ റബ്ബ് എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഹറാമാണ് ഇങ്ങനെ വിളക്കുകളൊന്നും ഞങ്ങൾക്ക് കൊളുത്തിക്കൂടാ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോഴും ജാതി മതമാണ് നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാർ വരെ ചെയ്തത്. ആ സമയത്താണ് നമ്മളുടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്നിട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹത് വ്യക്തി ഇത് ചെയ്തത് കേട്ടാ. ശരിക്കും എറണാകുളത്ത് അപ്പൻ്റെ അവിടെ അഹിന്ദുക്കളെയൊക്കെ കയറ്റുന്ന ഒരു അമ്പലമാണെന്നാണ് ഞാൻ കേട്ടത്. ശരിക്കും ഒരു മനുഷ്യനാണെന്ന് തെളിയിച്ച ഒരു മുഹൂർത്തമായിരുന്നു ആ സമയം എന്ന് പറഞ്ഞാൽ. ഭയങ്കര വൈറലായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ശാന്തിയുള്ള ദിനേശ് ഇതിനെ പറയുന്നത് വെച്ചാൽ, കലർപ്പില്ലാത്തൊരു മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. ഒരു മടിയും കൂടാതെ ഹൈന്ദവ ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുന്നത് കണ്ടപ്പോ സന്തോഷം തോന്നി എന്ന് ശാന്തിയുള്ള ദിനേശ്, അതായത് ഡയറക്ടറായിട്ടുള്ള ശാന്തിയുള്ള ദിനേശ് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം അസുഖത്തിൽ നിന്നിട്ടൊക്കെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അതിജീവിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇദ്ദേഹം 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനാണ്. മുസൽമാൻ എന്ന് പറയാൻ പാടില്ല, ഒരു മനുഷ്യനാണ് എന്ന് പറയാൻ പാടുള്ളൂ. വെള്ളിയാഴ്ച എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിച്ചിട്ട് ഇത് പള്ളിയിൽ പോയി ജുമായ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് കൊണ്ടുപോകുന്നത് ആരെയാണ്? കൂടെ കാറിൽ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഹിന്ദുക്കളെയായിരിക്കും, ക്രിസ്ത്യൻസിനെയായിരിക്കും കൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ചിന്തയില്ലാത്തൊരു വ്യക്തിയാണ്. ദൈവത്തോട് അടുത്ത, ദൈവം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ മാത്രം അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവത്തെ പേടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. നോയമ്പ് പിടിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഉംറയ്ക്ക്, ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഉംറയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടി ഉംറയ്ക്ക് പോയത്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇദ്ദേഹത്തെ നമുക്ക് പുകഴ്ത്തി പാടാൻ തന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ ആ ഒരു വലിയ മനുഷ്യനെ നമുക്ക് പുകഴ്ത്തി പാടാൻ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട് ആ വ്യക്തി. അപ്പൊ എറണാകുളത്ത് അപ്പൻ്റെ ഇങ്ങനെ വിളക്ക് കൊളുത്താൻ വേണ്ടി മമ്മൂക്കയെ ക്ഷണിച്ചപ്പോൾ എനിക്കത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്ക നീങ്ങി നിന്നില്ല. മമ്മൂക്ക എന്താണ്, എന്നെ വിളിച്ചൊരു പ്രവൃത്തിയാണ്, അതിന് ജാതിയോ മതമോ നോക്കാതെയാണ് മമ്മൂക്ക ചെയ്തത്. അത് പ്രത്യേകിച്ച് അന്നദാനം എന്ന് പറഞ്ഞ ചടങ്ങാണ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ജാതി മത ഭേദമന്യേ നമുക്ക് ജീവിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നടന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളെ എഫക്റ്റ് ചെയ്യും. അവരുടെ ഓരോ പ്രവൃത്തികളും നമ്മളെ നന്നായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്തു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ എല്ലാവരും ഒന്നാണ്. ഹിന്ദുക്കളോ മുസൽമാനോ ക്രിസ്ത്യൻസോ ഇല്ല എന്ന് അവർ നമുക്ക് കാണിച്ചു തരും. മമ്മൂക്ക മോഹൻലാലൊക്കെ അങ്ങനെ കാണിച്ചു തന്നാൽ തന്നെ കേരളം നന്നാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾ അവരെ ആരാധിച്ച് അവരുടെ ജീവിതശൈലി പോലെ പിന്തുടരുന്ന കുറെ വ്യക്തികളുണ്ട്. അപ്പൊ അവരുടെ സിനിമകൾ കണ്ടിട്ടാണ് അവർ ആരാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നീ ചെയ്ത പ്രവൃത്തി വളരെ നല്ല ഉദാത്തമായ പ്രവൃത്തി തന്നെ.